ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രില്ലാണ് വാങ്ങിച്ചിരിക്കുന്നത്. പ്രസ്റ്റീജിൻ്റെ ഷോറൂമിൽ നിന്നും നമുക്ക് സ്ക്രാപ്പ് കൊടുത്ത ശേഷം ഞങ്ങൾക്കിവിടെ ഒരു 1600 റുപ്പീസിനാണ് ഗ്രില്ല് ലഭ്യമായിരിക്കുന്നത്. യഥാർത്ഥ വില 1926 ആണ്. ഒരു 326 റുപ്പീസിൻ്റെ ലാഭം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ക്രാപ്പിന് ഒരു 30 റുപ്പീസാണ് അവരെടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പത്തിൽ അസംബിൾ ചെയ്യാനും ഇത് കഴിയുന്നതാണ്. ഗ്രില്ല് ചെയ്യുന്നതിനുള്ള സ്റ്റീൽ കമ്പികളും ലഭ്യമായിട്ടുണ്ട്. പിന്നെ ഫ്രേ ഗ്രില്ലിൻ്റെ ചാർക്കോളാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമുക്ക് 325 റുപ്പീസാണ് ഇതിന് 2 kg വരുന്നത്. ആമസോണിൽ ഇത് ലഭ്യമാണ്. കോക്കനട്ട് ഷെൽ ചാർക്കോൾ ബാർബിക്യൂസ് അല്ലെങ്കിൽ ഫ്രേ ഗ്രില്ലിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ ഇത് കിട്ടുന്നതാണ്. നമ്മൾ ഗ്രില്ലിംഗ് മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ടോ പെട്ടെന്ന് തന്നെ ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ബാർബിക്യൂ പാർട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാച്ച് ബോക്സ്, വിഷറി, പേപ്പർ ചുരുട്ടിയത്, പിന്നെ അതുപോലെ ഓയിൽ, സഫോൾ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പേപ്പർ ചുരുട്ടിയ ശേഷം അതിലേക്ക് എണ്ണ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചാർക്കോൾ കത്തിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായി അത് ലൈറ്റർ വെച്ചിട്ടോ കത്തിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സാധാരണ മാച്ച് ബോക്സ് ഉപയോഗിച്ചിട്ടും കത്തിക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റർ നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. നമ്മുടെ ഗ്രില്ലിംഗ് മെത്തേഡിനുള്ള ബാർബിക്യൂ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചാർക്കോളും, അതുപോലെ ചാർക്കോൾ ഒരു കനൽ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് നന്നായി തീ ഒന്ന് കത്തിച്ച് പിടിപ്പിക്കാം. കുറച്ച് എണ്ണയും അതുപോലെ ആവശ്യത്തിന് നമ്മൾ വീശി കൊടുത്തും നന്നായി ഒന്ന് കത്തി വരേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റീൽ കമ്പിയിലൂടെ കോർത്തെടുത്ത് നമുക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പനീർ, അതുപോലെ ചിക്കൻ, പിന്നെ പൈനാപ്പിൾ, ഇതെല്ലാം സ്റ്റീൽ കമ്പിയിലൂടെ കോർത്തെടുത്ത് നമുക്ക് ഗ്രിൽ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ആവശ്യത്തിന് വലിപ്പത്തിലുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളാണിത്. അതുപോലെ മസാല പിടിപ്പിച്ചിട്ടുള്ള സ്വീറ്റ് കോണാണ് അടുത്തതായി നമ്മൾ ഗ്രിൽ ചെയ്യാൻ വയ്ക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്നും ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഞങ്ങൾ ഇവിടെ ചിക്കനാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് എണ്ണ പുരട്ടിയ ശേഷം ഓരോ ഭാഗവും നന്നായി വെന്ത ശേഷമാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടിയ ശേഷം നമുക്കത് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്താണ് ഇത് വരുന്നത്. 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ 2 സൈഡിലേക്കും മറിച്ച് വെച്ച ശേഷം എണ്ണ പുരട്ടി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ തീ നന്നായിട്ട് അതിൽ പിടിച്ച ശേഷം മാത്രമേ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി പകർത്തിയെടുക്കാം. ചിക്കൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ പുറത്ത് ആവശ്യത്തിനുള്ള വേവും അതുപോലെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് പനീർ ടിക്ക ഉണ്ടാക്കിയെടുക്കാം. തന്തൂരി പനീർ ടിക്കയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഓണിയനും അതുപോലെ ക്യാപ്സിക്കവും നമ്മൾ അതിലേക്ക് കോർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് അത് ഗ്രിൽ ചെയ്തെടുക്കാം. നല്ല തന്തൂരി പനീർ ടിക്ക നമുക്കിവിടെ ലഭ്യമാവും. അതിനുവേണ്ടി നമുക്ക് എണ്ണ ആവശ്യത്തിന് ബ്രഷ് കൊണ്ട് പുരട്ടിയ ശേഷം ഓരോ ഭാഗങ്ങളായിട്ട് 2 ഭാഗമായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് തിരിച്ചു വെച്ച് അല്ലെങ്കിൽ മറിച്ച് വെച്ച് നമുക്ക് വേഗം തന്നെ അത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ചോളം അഥവാ കോൺ ഇവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണിൽ മസാല ആഡ് ചെയ്ത ശേഷം നമുക്കിവിടെ ഗ്രിൽ ചെയ്യാൻ വയ്ക്കാം. ഗ്രിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 സൈഡിലും എണ്ണ പുരട്ടി കൊടുക്കേണ്ടതുണ്ട്. ഓരോ സൈഡും ആവുന്നതിനനുസരിച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇത് ഹെൽത്ത് ബേസിൽ നമുക്ക് കൂടുതൽ ഉപകാരമാണ്. പനീർ തന്തൂരിയിൽ ഉണ്ടാക്കുന്ന ടിക്ക, അതുപോലെ വെജിറ്റബിൾസ്, അതുപോലെ നോൺ വെജ് ഐറ്റംസ് നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈവനിങ്ങിൽ പാർട്ടി നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ ഒരു 5:30 6 o'clock തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്കത് തീ ഒന്ന് പിടിച്ചു വന്ന് ആ കനൽ രൂപത്തിലേക്ക് ആയി ചൂടാവാനുള്ളൊരു ഇതിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് നേരത്തെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
പക്ഷേ ഒരു 8-8:30 ഡിന്നറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ നന്നായി വെന്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ചോറിൻ്റെ ഒപ്പം ഇത് സെർവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാവുന്നതാണ്. പൈനാപ്പിൾ നന്നായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പനീർ ടിക്ക വിത്ത് ഗ്രിൽഡ് പൈനാപ്പിൾ ആൻഡ് ഗ്രിൽഡ് ചിക്കനാണ്. അതുപോലെ ഗ്രിൽഡ് ചോളമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാർബിക്യൂ മസാല ആഡ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.